ഇന്ന് ജൂൺ 21 യോഗാ ദിനം, ഇൻ്റർനാഷണൽ യോഗ ഡേ. ഒരു വർഷത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ പകലുള്ള ദിവസമാണ് ഇന്ന്. ഈ ദിവസത്തെ ലോകമെമ്പാടുമുള്ള ജനത യോഗാ ദിനമായി ആചരിക്കുന്നു അല്ലേ. സൂര്യൻ ഉത്തരായനം കഴിഞ്ഞ് ദക്ഷിണായനം തുടങ്ങുന്ന ദിവസം ഈ ദിവസം പ്രധാനപ്പെട്ട ഒരു ദിവസമായി കണക്കാക്കുന്നു. യോഗ ഒരു വിളക്കിൻ്റെ പ്രകാശമാണ്. ഒരു വിളക്ക് കത്തിക്കുമ്പോൾ അതിൽ നമ്മൾ എണ്ണയൊഴിച്ചാൽ വിളക്ക് അണയുന്നില്ല. അതുപോലെ ദിവസവും യോഗ ചെയ്താൽ നമ്മുടെ മനസ്സും ശരീരവും സന്തോഷവും സുഖവും ഇളക്കവും നമുക്ക് ഊർജവും ലഭിക്കുന്നു. 5000 വർഷത്തിലേറെ പഴക്കമുള്ള ഭാരതത്തിൻ്റെ ഒരു പാരമ്പര്യമാണ് യോഗ. പതഞ്ജലി എന്ന മഹർഷിയാണ് ഒരു ശാസ്ത്രീയ ആരോഗ്യ പരിപാലന മാർഗമായിട്ട് യോഗയെ ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ചത്. നമ്മുടെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ഒരുമ, മനുഷ്യനും പ്രകൃതിക്കുമിടയിലെ സന്തുലിതാവസ്ഥ, അതാണ് യോഗ. യോഗ ഈശ്വര സാന്നിധ്യം നിറഞ്ഞ ഒരു കർമ്മമാണ്. യോഗ നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും ഒരുപോലെ പരിപാലിക്കുന്നു. യോഗ ചിത്ത വൃത്തി നിരോധഃ. നമ്മുടെ മനസ്സിലെ നെഗറ്റീവ് ചിന്തകളെല്ലാം മാറ്റി ഒരു പോസിറ്റീവ് വൈബിൽ ഒരു ഉൾവെളിച്ചം നൽകാൻ യോഗയ്ക്ക് കഴിയുന്നു. യോഗയിലൂടെ നമ്മുടെ ശരീരം എന്നും യോഗ്യമായി മാറ്റാൻ ശ്രമിക്കണം. ഭാരതത്തിൻ്റെ പൗരാണിക ആരോഗ്യ പരിപാലന സംഭാവനയായ യോഗയെ ലോക സമൂഹം ഏറ്റെടുത്ത ദിനമാണ് ഇന്ന്. മാനസിക ശാരീരിക ക്ഷമതയും ഒരുപോലെ കൈവരിക്കുന്ന ഈ ആരോഗ്യ പരിപാലനം നമുക്കും ഒരു ശീലമാക്കാം. ആരോഗ്യമുള്ള ശരീരത്തിനും തെളിമയുള്ള മനസ്സിനും ശീലമാക്കാം നമുക്ക് യോഗയിലൂടെ. യോഗ നമുക്ക് ശരീരത്തിന് മാത്രമല്ല, നമ്മുടെ മനസ്സിനും ആത്മാവിനും വളരെയധികം നല്ലതാണ്. ആരോഗ്യമുള്ള ശരീരത്തിനും നല്ല മനസ്സിനും യോഗ ഒരു പ്രകാശമാണ്. ഒരിക്കൽ ചെയ്താൽ അതൊരിക്കലും മങ്ങുകയില്ല. നമ്മുടെ ജീവിതത്തിലും നല്ലതും ചീത്തയുമായ എല്ലാറ്റിനെയും വളരെയധികം സമചിത്തതയോടുകൂടി സമീപിക്കാനുള്ള കഴിവാണ് യോഗ. നമ്മുടെ നിത്യജീവിതത്തിൽ മുതിർന്നവർക്കും കുട്ടികൾക്കും ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള വളരെ ലളിതമായ രീതിയിലുള്ളതുമായ യോഗയെക്കുറിച്ചുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ ഓപ്പൺ ചെയ്ത് കണ്ടോളൂ. യോഗ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും ഏത് സമയത്താണ് അത് ചെയ്യേണ്ടതെന്നും യോഗയെക്കുറിച്ചുള്ള ബെനിഫിറ്റ്സ് എല്ലാം വളരെ വിശദമായിട്ട് ഉൾപ്പെടുത്തിക്കൊണ്ട് കുറേ പ്രീവിയസ് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ആര്യലീസ് വ്ളോഗ്സ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.